ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിന് വരദാനമായി നൽകിയതാണല്ലോ പിതൃത്വവും മാതൃത്വവും. ഇന്ന് വളരെയേറെ തകർച്ചകളെ നേരിടുന്ന അങ്ങയുടെ ഈ വലിയ ദാനം, ഈ വലിയ ശക്തി, മാതൃത്വവും പിതൃത്വവും തിരിച്ചറിയുന്നതിന്, നവീകരിക്കപ്പെടുന്നതിന്, ലക്ഷ്യപ്രാപ്തി നേടുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് സകല മാതാപിതാക്കളിലും ഇടപെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും അങ്ങ് നൽകിയ വലിയ ദാനമാണല്ലോ പിതൃത്വം. പിതൃത്വം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും അങ്ങയുടെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ. ആമീൻ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ വരദാനമാണ് പിതൃത്വവും മാതൃത്വവും. ഇന്ന് ലോകത്തിൻ്റെ പരാജയ കാരണങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ തകരുന്ന പിതൃത്വവും മാതൃത്വവും വിലയിരുത്തപ്പെടുന്നുണ്ട്. ലോകത്തെ നിലനിർത്താനുള്ള ദൈവീക വരദാനം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി. ഇന്ന് പിതൃത്വത്തിൻ്റെ മഹനീയതയെ ഒരു പിതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതൃത്വത്തിൻ്റെ മനോഹരമായ ഒരു മാതൃകയാണ്. ദൈവപിതാവിനെ വെളിപ്പെടുത്തി തരുന്ന ഒരു വ്യക്തിത്വം. കുഞ്ഞുനാളിൽ തിരുക്കുടുംബത്തിൻ്റെ ചിത്രം കണ്ടപ്പോഴൊക്കെ അന്നത്തെ കൊച്ച് അറിവിൽ മനസ്സിലാക്കിയിരുന്നത് യൗസേപ്പ് പിതാവ് ദൈവമാണെന്നാണ്. പലപ്പോഴും ദൈവത്തെപ്പോലെ ചിത്രീകരിക്കപ്പെടുന്ന ആ പിതാവിൻ്റെ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ദൈവം ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ പ്രതി അപ്പമായി തീർന്ന ഒരു അപ്പൻ. കുഞ്ഞുണ്ണി മാഷയുടെ വാക്കുകളിൽ അപ്പൻ അപ്പമാകേണ്ടവനാണല്ലോ. ദൈവം ഏൽപ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്തങ്ങളെ പ്രതി അപ്പമായി തീർന്ന ഒരപ്പൻ ഇന്ന് ദൈവമേൽപ്പിക്കുന്ന ഭാരിച്ച ഈ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കുന്നതിനും നിറവേറ്റുന്നതിനും ധാരാളം പിതാക്കന്മാർക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ധാരാളം കുടുംബങ്ങളുടെ തകർച്ചയുടെ കഥകളെടുത്താൽ പിതൃത്വത്തിൻ്റെ തകർച്ച നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കോ ധ്യാനിക്കാനോ ഒക്കെയായി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്ന കുടുംബങ്ങളുടെ കണ്ണുനീർ, സ്ത്രീകളുടെ കണ്ണുനീർ, അത് സ്വന്തം ഭർത്താവിനെ പ്രതി, ആ കുടുംബത്തിൻ്റെ പിതാവിനെ പ്രതിയുള്ള കണ്ണുനീരാണ്. എത്രയോ മക്കൾ ഇന്ന് കണ്ണുനീരൊഴുക്കുന്നു. പിതൃത്വത്തിൻ്റെ തകർച്ച എത്രയോ വലുതായി ഈ ലോകം ഇന്ന് കാണുന്നു. ആ തകർച്ച ഇന്ന് എത്രയോ വലിയ നാശമാണ് വിതയ്ക്കുന്നത്. കേരളത്തിലെ ജയിലുകൾ സന്ദർശിക്കുമ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരു പിതാവിൻ്റെ ഓർമ്മ മനസ്സിൽ വരികയാണ്. അദ്ദേഹം 7 വർഷമായി അവിടെ ശിക്ഷയിൽ കഴിയുകയാണ്.
അദ്ദേഹത്തിന് ഇനിയും വർഷങ്ങൾ കഴിയേണ്ടതുണ്ട്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥനയുടെ നേരത്ത് കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രാർത്ഥനായോഗമെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ ആ വ്യക്തിയെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരിന് എന്താണ് കാരണമെന്ന് അന്വേഷിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ പരിശ്രമിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞതിങ്ങനെയാണ്: 7 വർഷമായി ഞാനിവിടെ വന്നിട്ട് കഴിഞ്ഞ 7 വർഷങ്ങളായി ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇനിയും എനിക്കുറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. എനിക്ക് ജീവപര്യന്തം തടവ് കൊണ്ട് എൻ്റെ ശിക്ഷ തീരുമെന്ന് തോന്നുന്നില്ല. എന്നെ തൂക്കിക്കൊന്നാൽ പോലും എൻ്റെ തെറ്റിനുള്ള ശിക്ഷയാകുന്നില്ല. ഇങ്ങനെയെല്ലാം വിലപിക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തെറ്റിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഷോക്കടിക്കുന്നത് പോലെയാണ് തോന്നിയത്. ആ മനുഷ്യൻ പറഞ്ഞു, എന്തുകൊണ്ട് അദ്ദേഹം ഇന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്നു. അദ്ദേഹം പറയുകയാണ്, മദ്യപാനിയായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ കഥ, അനുദിനം ഭാര്യയെ തല്ലുന്ന, കുടുംബത്തിലെ സകലതും തകർക്കുന്ന ആ മനുഷ്യൻ ഒരു ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭാര്യയോട് കലഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോപം മൂർച്ഛിച്ച് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും എടുത്ത് നശിപ്പിക്കുന്ന ആ മനുഷ്യൻ ഭാര്യയോടുള്ള ആ വലിയ കോപത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന 3 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനെ കാലുവാരി എടുത്ത് തറയിൽ തല്ലുകയാണ്. ആ കൊച്ച് ആ നിമിഷത്തിൽ മരിച്ചു. മദ്യത്തിൻ്റെ അടിമത്വത്തിൽ സ്വന്തം മകനെ നിലത്തടിച്ച് കൊന്ന ഒരു പിതാവ്. ഇപ്പോഴും ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നു. മകനെ വളർത്തി വലുതാക്കേണ്ട ഒരു പിതാവ് 3-ാമത്തെ വയസ്സിൽ ആ മകനെ ദയനീയമായ രീതിയിൽ കൊന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹത്തിന് എന്ത് ശിക്ഷയാണ് മതിയാവുക? സ്നേഹമുള്ളവരെ, പിതൃത്വം തകരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദയനീയ ചിത്രമാണ് ഞാൻ മുന്നിൽ വെച്ചത്. ഇന്ന് പത്രങ്ങൾ എടുക്കുമ്പോൾ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ വിഷം കൊടുത്ത് ഒടുവിൽ ആത്മഹത്യ ചെയ്യുന്ന പിതാക്കന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? എത്രയോ ദയനീയമായ ഒരവസ്ഥയിലേക്ക് ഈ കാലഘട്ടത്തിൽ പിതൃത്വം തകർന്നിരിക്കുന്നു. ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്, ധ്യാനിക്കാനുണ്ട്. എന്താണ് യഥാർത്ഥ പിതൃത്വം? വിശുദ്ധ യൗസേപ്പിതാവ് ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ പിതാക്കന്മാരുടെ മുന്നിൽ തീർച്ചയായും ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പിതൃത്വത്തിൻ്റെ ആ മനോഹാരിതയെ മനസ്സിലാക്കാൻ യൗസേപ്പിതാവ് എന്ന് പറയുന്ന തച്ചനെ ഞാനൊന്ന് ധ്യാനിക്കുകയാണ്. യൗസേപ്പിതാവ് ഒരു തച്ചനായിരുന്നു, ഒരാശാരിയായിരുന്നു. ഒരാശാരിയുടെ, ഒരു തച്ചൻ്റെ ജോലിയുമായി ബന്ധപ്പെടുത്തി 7 സവിശേഷതകളെ യൗസേപ്പിതാവിൻ്റെ വ്യക്തിത്വത്തോട് ചേർത്ത് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, തച്ചൻ എന്ന് പറഞ്ഞാൽ ശിഥിലമായി കിടക്കുന്ന മരക്കഷണങ്ങളെയൊക്കെ കൂട്ടിയോജിപ്പിക്കുന്നവനാണ്. ഒരാശാരിയുടെ പണിപ്പുരയിൽ പലവിധത്തിൽ മുറിച്ച് ഇട്ടിരിക്കുന്ന മരക്കഷണങ്ങൾ നമ്മൾ കാണും. ആ മരക്കഷണങ്ങളൊക്കെ എടുത്ത് കൂട്ടിയോജിപ്പിക്കുന്നവനാണ് തച്ചൻ. ശിഥിലമായി കിടക്കുന്ന മരക്കഷണങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന തച്ചൻ. യൗസേപ്പിതാവ് ഒരുപക്ഷേ യേശു
പിറന്നു വീണ ആ കുടുംബത്തെ, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ തകർത്ത് കളയാൻ മാത്രം കാരണങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ശിഥിലമാക്കാമായിരുന്നു ആ കുടുംബത്തെ, ശിഥിലമാക്കാമായിരുന്നു മറിയത്തെ, ആ വ്യക്തിത്വത്തെ. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ആ യുവതി ഗർഭിണിയാണ് എന്ന വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പല രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. ഒരു കുടുംബത്തെ അതിൻ്റെ തകർച്ചകളിലേക്ക് നയിക്കുക എളുപ്പമാണ്. എന്നാൽ തകർന്നു കിടക്കുന്ന ഒരു കുടുംബത്തെ കൂട്ടിയോജിപ്പിക്കുക അത് പ്രയാസകരമാണ്. ഒരു കുടുംബം തകരാതെ സൂക്ഷിക്കുക അതിനേക്കാൾ പ്രയാസകരമാണ്. ഒരു കുടുംബത്തെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ഈ പിതാവിനെ. ശിഥിലീകരിക്കപ്പെട്ട് കിടക്കുന്നതിനെ ഒന്നിപ്പിക്കുന്ന ആ തച്ചൻ തീർച്ചയായും യൗസേപ്പ് പിതാവ് മറിയത്തെയും യേശുവിനെയും ആ തിരുക്കുടുംബത്തെ വളരെ സൂക്ഷ്മമായ രീതിയിൽ ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു പാഠം ആ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ, പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കുടുംബങ്ങൾ ശിഥിലമാകുന്നുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഇന്ന് കുടുംബങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് തീർച്ചയായും ആ കുടുംബത്തിൻ്റെ പിതാവാണ്. ഉത്തരവാദിത്വമുള്ള ഒരു പിതാവ് കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നവനാണ്. തച്ചനിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണിത്. മക്കൾ ഒരു പക്ഷേ വഴിതെറ്റിയിരിക്കുന്നു, സാമ്പത്തിക മേഖലകൾ തകർന്നു കിടക്കുന്നു, കുടുംബത്തിൽ പലവിധത്തിൽ അസ്വസ്ഥത. ഇവിടെ ഒരു പിതാവിന് ശിഥിലമാകാതെ ആ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ പണിതുയർത്താൻ സാധിക്കണം. അതാണ് ഒന്നാം പാഠം. രണ്ടാമതായി, തച്ചൻ എപ്പോഴും പഴകി ദ്രവിച്ച മരക്കഷണങ്ങളെ എടുത്ത് തേച്ച് മിനുക്കി ചിന്തിരിട്ട് പുതുതാക്കുന്ന മനുഷ്യനാണ്. പഴയ ഒരു മരക്കഷണം ഒരു തച്ചൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ അതിനെ തേച്ച് മിനുക്കി പുതുതാക്കും. ഇന്ന് ഈ പുതുതാക്കൽ പ്രക്രിയ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടതുണ്ട്. പല കുടുംബങ്ങളെയും എടുക്കുമ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് ദ്രവിച്ചു പോയ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ ഈ പിതാവിൻ്റെ തന്നെ കാരണമാകാം, ഒരു പക്ഷേ ആ കുടുംബത്തിൻ്റെ അമ്മയുടെ പ്രതിസന്ധിയാകാം, മക്കൾ വഴിതെറ്റിയതിൻ്റെ കാരണമാകാം. കുടുംബം ദ്രവിച്ച ഒരു സാഹചര്യത്തിൽ പ്രത്യാശയോടെ അതിനെ പുതുക്കാൻ നല്ല ഒരു പിതാവിന് കഴിയണം. പിതൃത്വം എന്ന് പറയുന്നത് ഒരു വരദാനമാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഒരു വരമാണത്. ദൈവം ഒരു പുരുഷനെ പിതാവാക്കാൻ വിളിച്ചെങ്കിൽ, ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചെങ്കിൽ, ആ ദൗത്യമേൽപ്പിക്കുമ്പോൾ തന്നെ ഒരു വലിയ കൃപാവരം ആ മനുഷ്യനിൽ ചൊരിഞ്ഞിട്ടുണ്ട്. പിതൃത്വം എന്ന് പറയുന്നത് ഒരു ശക്തിയായി മാറുന്നത് ഒരു വ്യക്തിയുടെയും കഴിവുകൊണ്ടല്ല. പിതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വലിയ കൃപ കൊണ്ടാണ്. ഒരു വലിയ ദൗത്യം ദൈവം ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യം നിറവേറ്റാനുള്ള ശക്തി കൂടെ അതോടൊപ്പം തന്നിട്ടുണ്ട്. ദ്രവിച്ച കുടുംബങ്ങളെ പുതുതാക്കുന്നതാണ് യഥാർത്ഥ പിതൃത്വം എന്ന് പറയുന്നത്. യഥാർത്ഥ പിതൃത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെയേറെ സംശയത്തിന് വിധേയമായ മറിയത്തെ, ആ ഒരു കാഴ്ചപ്പാടിൽ ദ്രവിക്കാമായിരുന്ന ആ കുടുംബത്തെ, സാമ്പത്തിക മേഖലകളിൽ ഒരുപക്ഷെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ആ കുടുംബത്തെ, പല വിധത്തിലുള്ള തകർച്ചകളുടെ നടുവിലേക്ക് കടന്നു ചെന്ന ആ കുടുംബത്തെ ദ്രവിക്കാതിരിക്കാൻ വേണ്ടി നിത്യനൂതനമാക്കിക്കൊണ്ട് മിനുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പിതാവിനെയാണ് യൗസേപ്പിൽ നമ്മൾ കാണുക. കുടുംബങ്ങളെ നവീനമാക്കി കാത്തു സൂക്ഷിക്കാൻ പിതൃത്വത്തിൽ അത്ഭുതകരമായ കൃപ
ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. മൂന്നാമതായി, തച്ചൻ മേൽക്കൂര പണിയുന്നവനാണ്. സുരക്ഷിതത്വത്തിൻ്റെ വാതിലുകൾ പിടിപ്പിക്കുന്നവനാണ്. ഒരു കുടുംബനാഥൻ കുടുംബത്തിൻ്റെ മേൽക്കൂരയാകേണ്ടവനാണ്. ഒരു ഭവനത്തിലേക്ക് കള്ളൻ കടന്നു വരാതിരിക്കാനുള്ള സുരക്ഷിതത്വത്തിൻ്റെ വാതിലുകളും ജനലുകളും ആകേണ്ടവനാണ്. ഞാനാണ് വാതിൽ എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ തീർച്ചയായും തൻ്റെ ആടുകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അവിടെ അവതരിപ്പിക്കുക. കുടുംബത്തിൻ്റെ വാതിലാകേണ്ടവനാണ് പിതാവ്, മേൽക്കൂരയാകേണ്ടവനാണ് പിതാവ്. ഒരു ഭവനത്തിലേക്ക് മഴയും മഞ്ഞും വെയിലും കടന്നു വന്ന് അവിടം നശിപ്പിക്കാതിരിക്കേണ്ടതിന് മേൽക്കൂരയാകാൻ പിതാവിന് കഴിയണം. പിതൃത്വം എന്ന് പറയുന്നത് അതാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് അങ്ങനെയായിരുന്നു. മരുഭൂമി യാത്രയിൽ തണലായ മനുഷ്യൻ, സത്രത്തിൽ പോലും ഇടം കിട്ടാതെ വന്നപ്പോൾ ഒരുപക്ഷെ തൻ്റെ പ്രിയപ്പെട്ട ആ ഭാര്യയ്ക്ക്, ആ ഉദരത്തിൽ വസിക്കുന്ന ദൈവപുത്രന് ഏറ്റവും വലിയ സുരക്ഷിതത്വമായവനാണ്. കാലിത്തൊഴുത്തിൽ പ്രസവിക്കാൻ കിടക്കുന്ന പാവപ്പെട്ട ആ സ്ത്രീക്ക് ആരായിരുന്നു വാതിൽ? ആരായിരുന്നു മേൽക്കൂര? ആരായിരുന്നു സുരക്ഷിതത്വത്തിൻ്റെ കോട്ട? തീർച്ചയായിട്ടും അത് ആ പിതാവായിരുന്നു. പിതൃത്വം എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിൻ്റെ അടയാളമാണ്, സുരക്ഷിതത്വത്തിൻ്റെ കോട്ടയാകേണ്ടതാണ്. ഇന്നത്തെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ ദയനീയമാണ്. ഒരു കുടുംബത്തെ ഏറ്റവും സുരക്ഷിതത്വമുള്ളതാക്കി തീർക്കേണ്ട, കുടുംബത്തിൻ്റെ മേൽക്കൂരയാകേണ്ട, വാതിലാകേണ്ട പിതാവ് തന്നെ നാശത്തിന് കാരണമായാൽ, അരക്ഷിതത്വത്തിന് കാരണമായാൽ തീർച്ചയായിട്ടും ആധുനിക പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെയൊക്കെയാണ്. യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന വ്യക്തിത്വം വാതിലായി മാറിയ പിതാവ്. നാലാമതായി, ഭിത്തി തുറക്കാതെ മരം ചെത്തി മിനുക്കി പാകപ്പെടുത്തുന്നവനാണ് തച്ചൻ. എന്ന് പറഞ്ഞാൽ ഒരു ആശാരി പണിതുണ്ടാക്കിയ വീടിൻ്റെ ഒരു കട്ടില അത് കൊണ്ടുവന്ന് പിടിപ്പിക്കുകയാണ് അദ്ദേഹം. കൊണ്ടുവന്ന് പിടിപ്പിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഈ തച്ചൻ ചെയ്യുക, ആ ഭിത്തിയെ തുറന്ന് ഇത് വയ്ക്കാൻ പാകത്തിൽ വെട്ടിപ്പൊളിക്കില്ല. ആ ഭിത്തിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അളവനുസരിച്ച് ഈ മരത്തടിയെ അദ്ദേഹം വെട്ടിയൊതുക്കും. മറ്റുള്ളവരെ വെട്ടിയൊതുക്കാതെ സ്വയം വെട്ടിയൊതുക്കി പാകപ്പെടുത്തുന്ന ഒരു ശൈലിയാണത്. കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് പിതാക്കന്മാർക്ക് ഈ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ, വെട്ടിയൊതുക്കലിൻ്റെ അവതാരങ്ങളാകാൻ കഴിയണം. ഇന്ന് സ്വന്തം തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്ന, സ്വന്തം സുഖസൗകര്യങ്ങളിൽ ഒരു കുറവുമില്ലാതെ, എന്നാൽ ഭാര്യയും മക്കളുമൊക്കെ പട്ടിണി കിടന്നാലും പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ പിതാക്കന്മാരുണ്ട്. അധ്വാനിച്ച് കിട്ടുന്ന പണം മുഴുവനും അന്തിയാകുമ്പോൾ മദ്യഷാപ്പിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു പിതാവിനെ ഒന്നോർക്കുക. അദ്ദേഹത്തിന് കിട്ടിയ പണം മുഴുവനും അദ്ദേഹം സ്വന്തം സുഖത്തിനു വേണ്ടി, തൃപ്തിക്ക് വേണ്ടി ദുരുപയോഗിച്ച് കഴിഞ്ഞു. ആ പിതാവ് എങ്ങനെയാണ് സ്വയം ശൂന്യവൽക്കരിച്ച് കുടുംബത്തെ വളർത്തുന്നവനാകുന്നത്? ചില കുടുംബങ്ങളിൽ അത്താഴത്തിന് പോലും അരിയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ പോലും മദ്യപിക്കുകയും ഹോട്ടലിൽ നിന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ട് വളരെ മാന്യമായി വന്നു കിടക്കുന്ന പിതാക്കന്മാരുണ്ട്. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തങ്ങളുടെ പട്ടികയിൽ ചേർക്കേണ്ടതാണ്. സ്വയം ശൂന്യവൽക്കരിക്കേണ്ട പിതാവ്, സ്വയം വെട്ടിച്ചുരുക്കേണ്ട പിതാവ്, മറ്റുള്ളവരുടെ അവകാശങ്ങളെ വെട്ടിയൊതുക്കിയിട്ട് സുഖിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നതാണ് കുടുംബ തകർച്ചയുടെ ഇന്നത്തെ ഒരു കാരണം. അഞ്ചാമതായി, ഒരു പിതാവ് കോംപ്ലക്സുകളില്ലാത്ത ഒരു തച്ചനാകണമെന്ന് പറയും. നമ്മൾ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്.
പെരുംതച്ചൻ. പെരുംതച്ചൻ എന്ന് പറഞ്ഞാൽ വലിയ തച്ചൻ. മകൻ തച്ചൻ വേറെയുണ്ട്. മകൻ വളരുന്നതിൽ അസൂയയുള്ള ഒരു പിതാവ്, അതാണ് പെരുംതച്ചൻ്റെ കഥ. യൗസേപ്പ് പിതാവ് ഒരു പെരുംതച്ചനായിരുന്നില്ല. അത്തരത്തിലുള്ള കോംപ്ലക്സുകളുള്ള ഒരു പെരുംതച്ചനായിരുന്നില്ല. മകനെ വളർത്താൻ, ഭാര്യയെ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ മരുഭൂമി യാത്ര തന്നെ ഒന്ന് പരിശോധിക്കുക. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും പിതാക്കന്മാരിൽ ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് കടന്നു വരുന്നുണ്ട്. മക്കളെ മാന്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല പിതാക്കന്മാരും അവർക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കാൻ, അർഹമായ അവകാശം കൊടുക്കാൻ തക്ക സമയത്ത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് മക്കൾ തമ്മിൽ കലഹിക്കുകയും പിതാവിൻ്റെ കാലശേഷം പല വിധത്തിലുള്ള തകർച്ചകൾക്കും ഇടയാകുന്നുണ്ട്. മക്കളെ മാന്യതയിൽ വളർത്താൻ അവർ എന്നേക്കാൾ വലുതാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണ് പിതൃഹൃദയം എന്ന് പറയുന്നത്. മക്കൾക്ക് അർഹമായ അവകാശം കൊടുക്കുക. ഒരുവിധം പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യതയിൽ കൊടുത്ത് അവരെ സുരക്ഷിതത്വം ഉള്ളവരാക്കി തീർത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഒരു പിതാവ് ഒരുങ്ങണം. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണമെന്നതും അവരെ ബഹുമാനിക്കണമെന്നതും അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണമെന്നതുമുള്ള ആ വലിയ പാഠം തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ സത്യത്തെ പറയുക. ഒരു പിതാവിൻ്റെ കാലശേഷം പരസ്പരം കലഹിച്ചും പരസ്പരം കൊല ചെയ്തും മക്കൾ നശിക്കുന്ന എത്രയോ കുടുംബങ്ങളാണുള്ളത്. മക്കളുടെ വളർച്ചയും തലമുറകളുടെ വളർച്ചയും കണ്ട് അഭിമാനിക്കുന്ന പിതൃത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെ മാനിക്കുന്ന, അവരെ വളർത്തുന്ന, അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്ന, അവകാശങ്ങളെ കൃത്യതയിൽ പങ്കുവെക്കുന്ന ഒരു പിതാവിൻ്റെതാണ്. ആറാമതായിട്ട് യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന ആ തച്ചൻ ചുറ്റികയും മരവും ആണിയുമൊക്കെ കൈകാര്യം ചെയ്തവൻ തന്നെയാണ്. യേശുക്രിസ്തു കാൽവരിയിലെ കുരിശിൽ ഒരു പക്ഷേ ചുറ്റികയും മരവും ആണിയും ഒക്കെ കണ്ടപ്പോൾ യേശുവിന് അത് ഒരു പുതുമയുള്ള കാര്യമല്ലായിരുന്നു. കാരണം തൻ്റെ പണിപ്പുരയിൽ പണ്ട് ആ വളർത്തുപിതാവ് ഈ മകനെ ചുറ്റികയും ആണിയും മരവുമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിലെ ത്യാഗത്തിൻ്റെ പാഠങ്ങൾ മക്കളെ പരിചയപ്പെടുത്തുന്നതാണ് പിതൃത്വം. എങ്കിൽ വളർന്നു വരുമ്പോൾ കുരിശ് കണ്ടാൽ അവർ ഭയപ്പെടില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ്? ചെരുപ്പ് വാങ്ങാൻ പോകുന്ന ഒരു പിതാവും മക്കളും, അനുജനും ചേച്ചിയുമായിട്ട് ഇങ്ങനെ നടക്കുന്ന അവസരത്തിൽ ആ ചേച്ചി, കൊച്ചുകുഞ്ഞ്, അവൾ അവൻ്റെ അനുജനോട് പറയുകയാണ്, മോനെ, ചെരുപ്പ് വാങ്ങാനായി കടയിൽ ചെല്ലുമ്പം നല്ല ചെരുപ്പുകളൊക്കെ കാണും, പക്ഷേ മോൻ അതിനു വേണ്ടിയിട്ടൊന്നും വാശി പിടിക്കരുത് കേട്ടോ, കാരണം നമ്മുടെ പപ്പയുടെ കയ്യിൽ അതിനുള്ള പൈസയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു അനുഭവം കേട്ടിട്ടുണ്ട്. ആ കൊച്ചിനറിയാം പപ്പയുടെ സാമ്പത്തിക ശേഷി. എന്നാൽ ഇന്നത്തെ പല മക്കളെയും ഒന്ന് ചിന്തിക്കുക. തീർച്ചയായിട്ടും സ്വാർത്ഥതയുടെ അവതാരങ്ങളായി ഇന്ന് മക്കൾ മാറുകയാണ്. ചെരുപ്പ് മേടിക്കാൻ തന്നെ പോയിക്കൊള്ളട്ടെ, അവിടെ പപ്പയുടെ കയ്യിൽ പൈസയുണ്ടോ, കുടുംബം പട്ടിണിയാകുമോ, ഇതൊന്നും ഇന്നത്തെ ചില മക്കൾക്ക് വിഷയമല്ലല്ലോ. ചുറ്റികയും ആണിയും മരവുമൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ശീലിക്കണം. ത്യാഗത്തിൻ്റെ പാഠങ്ങളെ കുഞ്ഞുനാളിൽ മനസ്സിലാക്കി കൊടുക്കാൻ പഠിക്കണം. ഏഴാമതായിട്ട് തച്ചൻ എപ്പോഴും ഒരു ശുശ്രൂഷകനാണ്. തച്ചൻ എപ്പോഴും ഒരു ശുശ്രൂഷകനാണ്, ഒരു ആശാരി, നല്ല ഒരു ആശാരി. അദ്ദേഹം എപ്പോഴും സദാസമയം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഒരു പിതാവ് തീർച്ചയായിട്ടും ഒരു ശുശ്രൂഷകനാകണം. യൗസേപ്പ് പിതാവ് അങ്ങനെയായിരുന്നു. ചരിത്രത്തിലൊരു പക്ഷേ സ്വന്തം ഭാര്യയുടെ പ്രസവ ശുശ്രൂഷ പോലും ചെയ്തിട്ടുള്ള ഒരു ഭർത്താവ്. പിതൃത്വത്തിൻ്റെ മനോഹാരിത ഈ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുത്തപ്പെടണം. നമുക്ക് നമ്മുടെ പിതാക്കന്മാരെ ഓർക്കാം. കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളവരായി,
കുടുംബത്തിൻ്റെ നെടുന്തൂണായി നമ്മുടെ പിതാക്കന്മാർ മാറണം. പിതൃത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. ദൈവത്തിൻ്റെ ശക്തി വസിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങൾ തകരാതിരിക്കേണ്ടതിന് സകല പിതാക്കന്മാരും അനുഗ്രഹിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ച, അനുഗ്രഹിച്ച, വരദാനങ്ങൾ കൊണ്ട് നിറച്ച ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുറവുകളോടും പോരായ്മകളോടും കൂടെ അങ്ങ് അവരെ ഏറ്റെടുക്കണമേ. അവരുടെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ചിട്ടുള്ള കൃപകളെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. ആ കൃപകൾക്കനുസരിച്ച് കുടുംബങ്ങളെ വളർത്താനുള്ള വലിയ ശക്തി കർത്താവെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകണമേ. ആമീൻ.